ഹായ് ഫ്രണ്ട്സ്, പ്രസ്യൂസ് ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ഒരു പപ്പായ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു അടുത്ത ബന്ധു വീട്ടിൽ വന്നപ്പോൾ കൊണ്ടുവന്ന കേട്ടോ. ഇത്രയും വലിയ പപ്പായ ഞങ്ങളുടെ വീട്ടിലൊന്നും ഇത്രയും വലിയ പപ്പായ ഇതുവരെ കാച്ചിട്ടുമില്ല. ഞങ്ങൾ കടയിൽ നിന്ന് ഇത്രയും വലിയ പപ്പായ വാങ്ങിച്ചിട്ടുമില്ല. പപ്പായ ഒരുപാട് പഴുത്തിട്ടില്ലെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ചെറുതായിട്ട് പഴുത്തതായിട്ടാണ് തോന്നുന്നത് പുറമെ. കാഴ്ചയിൽ അങ്ങനെയാണ് തോന്നുന്നത്. നമുക്കൊന്ന് ഇതിനൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. പപ്പായ നന്നായിട്ട് കഴുകി കട്ടിംഗ് ബോർഡിൽ വെച്ചിരിക്കുന്നു. ചെറിയ പീസ് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അത്യാവശ്യമൊക്കെ പഴുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തൊലി ചെത്തിയെടുക്കാം. ചെറുതായിട്ടൊന്ന് ഞാൻ കഴുകുകയാണ്. ഇത് ചെറിയ ചെറിയ പീസുകളായിട്ട് ഞാൻ കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു പഴുപ്പ് കുറവാണ്, അതായത് ഒരുപാടങ്ങ് പഴുത്ത് ഒലഞ്ഞിട്ടില്ല. ചെറുതായിട്ട് ഒരു പഴുപ്പ് കുറവ് പോലെ എനിക്ക് തോന്നുന്നു. ഇത് കഴിച്ചിട്ട് അങ്ങനെ ഭയങ്കര വലിയ ടേസ്റ്റ് തോന്നുന്നില്ല, എന്നാൽ ടേസ്റ്റ് ഉണ്ട്. ഇത് വെച്ച് നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കി നോക്കാം. ഇത് ഒരു ചെറിയൊരു പഴുപ്പ് ഉള്ളത് കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാൻ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു. ജ്യൂസ് ഉണ്ടാക്കുന്ന എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ഒരു മിക്സി എടുക്കുന്നു, ഈ കഷ്ണങ്ങളെ അതിനകത്തേക്ക് ഇടുന്നു, കുറച്ച് വെള്ളം ഒഴിക്കുന്നു, മിക്സിയിലിട്ട് അടിക്കുന്നു. ഇനി ഇത് ഒന്ന് അരിച്ചെടുക്കാം. നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല ജ്യൂസ് പോലെ നല്ല ലൈറ്റ് കളറിൽ കണ്ടാൽ തന്നെ അറിയാമല്ലോ. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, പക്ഷേ ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റാണ്, നല്ല കുടിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ്. ഞാനിതിൽ പഞ്ചസാര പോലും ചേർത്തിട്ടില്ല. ഇത് പഴുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ചെറിയ പഴുത്ത ഈ ഓറഞ്ച് പപ്പായയ്ക്ക് പോലും ഇത്രയും ടേസ്റ്റ് ഉണ്ട്. ആ ഓറഞ്ച് പപ്പായ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇതിൻ്റെ ഓറഞ്ച് കളറാണ്, നല്ല ഓറഞ്ച് കളർ. ശരിക്കും നമ്മുടെ വീട്ടിലൊക്കെ നല്ല മഞ്ഞ പപ്പായയിൽ നമ്മൾ കൂടുതലും കണ്ടുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകതരം ഓറഞ്ചാണ് ഇതിൻ്റെ കളർ. ഓറഞ്ച് ബ്രെഡും കൂടെ ചേർന്നൊരു പ്രത്യേകതരം ഒരു പച്ചപ്പപ്പായ, എന്താ പറയുക, ഒരു ഓറഞ്ച് റെഡും കൂടെ ചേർന്നൊരു കളർ. കൊള്ളാം എന്തായാലും. 2-3 ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും ഇതിനെടുക്കുകയാണ് കേട്ടോ. അതായത് ഈ ഓറഞ്ച് പപ്പായ കുറച്ചുകൂടെ നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. ഇത്തവണ കണ്ടാൽ തന്നെ അറിയാമല്ലോ, നിങ്ങൾ നോക്കിക്കേ. നല്ല കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഓറഞ്ച് കളറായി. ഇപ്പോൾ നല്ല ടേസ്റ്റ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിനൊരു നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന്. ഞാനിതൊന്ന് ക്ലീൻ ചെയ്യാം. ഇതിൻ്റെ വിത്തുകളൊക്കെ മാറ്റി വയ്ക്കാം. കാരണം ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു പപ്പായ ഇല്ല. അപ്പോൾ ഇതൊന്ന് മുളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വിത്തുകളൊക്കെ ഞാൻ മാറ്റി വയ്ക്കുകയാണ്. എന്താ പറയുക, ഇത് കാണുമ്പം തന്നെ എൻ്റെ വായിൽ വെള്ളം ഓറി വരികയാണ്. ഞാനിതൊന്ന് ഒന്ന് ചെത്തിയെടുക്കട്ടെ. നല്ലവണ്ണം ചെത്തിയെടുത്ത ഓറഞ്ച് പപ്പായാണ് ഇത്. എന്താ പറയാൻ വാക്കുകളില്ല. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, ഇതിൻ്റെ ആ കളറ് കാണുമ്പോൾ തന്നെ. കളർ പോലെ തന്നെ നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്കൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചത്, കടയിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങളിതൊന്ന് ഒരു തവണയെങ്കിലും കഴിച്ചു നോക്കണം. നമുക്കിപ്പോൾ ഈ ഒരു സീസണിൽ നിറയെ പപ്പായ കിട്ടുന്നൊരു സീസണാണ്. കടകളിലൊക്കെ ധാരാളം പപ്പായ ഉണ്ട്. പപ്പായയ്ക്ക് പിന്നെ പ്രത്യേകിച്ച് സീസണൊന്നുമില്ല. എല്ലാ സീസണിലും കിട്ടുന്ന ഒരു ഉൽപ്പന്നം തന്നെയാണ് പപ്പായ. നമുക്ക് വീട്ടിലൊക്കെ ഇഷ്ടം പോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ പപ്പായ ഉണ്ട്, പക്ഷേ അതെല്ലാം മഞ്ഞ പപ്പായയാണ്. ഈ ഓറഞ്ച് പപ്പായ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. കടയിലൊക്കെ ഞാൻ അല്ലാതെ TV-യിലും യൂട്യൂബിലും ഒക്കെ കണ്ടിട്ടുണ്ട് ധാരാളം, പക്ഷേ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. എല്ലാവർക്കും ഓറഞ്ച് പപ്പായ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.